ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. നേതാക്കൾ സജീവ പ്രചാരണത്തിൽ. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. കള്ളക്കടൽ പ്രതിഭാസം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലർട്ട്. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്തിന്റെ കിഴക്കൻ ദക്ഷിണ മേഖലകളിൽ മറ്റന്നാൾ വരെ ഉഷ്ണതരംഗ സാധ്യത. ISL ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും. ICC റാങ്കിങ്ങിൽ ഏകദിനത്തിലും T20യിലും ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കളും താരപ്രചാരകരും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം തുടരുകയാണ്. മൂന്നാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. NDAയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെ പലാമു, ലോഹർദഗ, ബീഹാറിലെ ദർഭംഗ, ഉത്തർപ്രദേശിലെ കാൺപൂർ എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനെത്തും. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ഇന്ന് ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂർ, വൽസാദ്, ദാമൻ ആൻഡ് ദിയു എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, ആം ആദ്മി പാർട്ടി നേതാവ് ഭഗവന്ത് മാൻ എന്നിവരും ഇന്ന് ഗുജറാത്തിൽ പ്രചാരണത്തിനായെത്തും. ബനസ്കന്തയിലാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ പരിപാടി. ഗോവയിലെയും ഗുജറാത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഉൾപ്പെടെ 93 ലോക്സഭാ സീറ്റുകളിലാണ് ഈ മാസം 7-ന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലും ഈ മാസം 7-ന് വോട്ടെടുപ്പ് നടക്കും. രാജ്യത്ത് 4-5 ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഈ മാസം 6 വരെ പത്രിക പിൻവലിക്കാം. ഈ മാസം 20-നാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ്. അഞ്ചാം ഘട്ടത്തിൽ ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുംബൈയിൽ സുരക്ഷ ശക്തമാക്കി. നഗരമേഖലയിൽ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധനയോട് സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ കൊണ്ടു നടക്കുന്നവർ മതിയായ രേഖകൾ കയ്യിൽ കരുതണമെന്നും അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആദായനികുതി വകുപ്പിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിഷേധിച്ചു. ധനമന്ത്രാലയത്തോട് ആശയവിനിമയം നടത്തുകയോ സത്യാവസ്ഥ പരിശോധിച്ച് അറിയുകയോ ചെയ്യാതെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് അവർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 5:30 മുതൽ നാളെ രാത്രി 11:30 വരെയാണ് അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുള്ളത്. തീരദേശത്ത് ജലനിരപ്പ് ഉയരാനും വീടുകളിൽ വെള്ളം കയറാനും തീരശോഷണമുണ്ടാക്കാനും ഇത് കാരണമായേക്കാം. ഈ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള തീരത്തോട് ചേർന്ന് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും മത്സ്യബന്ധനം നടത്താൻ പാടില്ല. കേരള തീരത്തോട് ചേർന്ന് പൊഴികളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടാനും പാടില്ല. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്.
കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാനുള്ള നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി. ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ വകുപ്പ്, കടലോര ജാഗ്രതാ സമിതി എന്നിവയുമായി ചേർന്ന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് കോസ്റ്റൽ പോലീസ് വിഭാഗം IG, AIG എന്നിവരോട് DGP ആവശ്യപ്പെട്ടത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശത്തെ ജനങ്ങളിലെത്തിക്കുന്നതിനും പോലീസ് നടപടി സ്വീകരിക്കും. തീരദേശ ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഈ മാസം 7 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പാലക്കാട്, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് KSEB. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ KSEB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ വൈദ്യുതി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. രാത്രി 9 മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദ്വീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിക്കുന്നത് ഒഴിവാക്കണം. വീടുകളിൽ എയർ കണ്ടീഷണറുകൾ ഊഷ്മാവ് 26 ഡിഗ്രിക്ക് മുകളിലായി സെറ്റ് ചെയ്യുന്നതാണ് അഭികാമ്യം. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം KSEB സർക്കാരിന് വീണ്ടും റിപ്പോർട്ട് നൽകും. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. രാവിലെ 8 മുതൽ 11 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 മണി വരെയുമാണ് സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നാളെ വരെയും ദക്ഷിണ മേഖലകളിൽ മറ്റന്നാൾ വരെയും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെലങ്കാനയിലെ വിവിധ ജില്ലകളിൽ ഇന്നലെ ഉയർന്ന താപനില 46.7 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിരുന്നു. നാളെയും മറ്റന്നാളും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. മെഡിക്കൽ UGC പ്രവേശന പരീക്ഷയായ നീറ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:20 വരെ ഇന്ത്യയിലെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമാണ് പരീക്ഷ നടക്കുക. 24 ലക്ഷത്തിലേറെ പേരാണ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. exams.nta.ac.in/neet എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പർ, ജനനത്തീയതി എന്നിവ നൽകി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ കണക്കനുസരിച്ച് 706 മെഡിക്കൽ കോളേജുകളിലായി 1,09,145 MBBS സീറ്റുകളാണുള്ളത്. BDSന് 28,088 സീറ്റുകളുണ്ട്. BDS, ആയുർവേദം അടക്കമുള്ള മെഡിക്കൽ ബിരുദ കോഴ്സുകൾ, വെറ്ററിനറി, അഗ്രികൾച്ചർ, അനുബന്ധ കോഴ്സുകൾ തുടങ്ങിയവയുടെ പ്രവേശനത്തിനും നീറ്റ് സ്കോർ പരിഗണിക്കും. ISL ഫുട്ബോൾ ഫൈനൽ ഇന്ന്. മോഹൻ ബഗാനും മുംബൈ സിറ്റിയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കലാശ പോരാട്ടം. സെമിയിൽ FC ഗോവയെ പരാജയപ്പെടുത്തിയാണ് മുംബൈ സിറ്റി ഫൈനലിലെത്തിയത്. മോഹൻ ബഗാൻ ഒഡീഷ FCയാണ് സെമിയിൽ കീഴടക്കിയത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 24 റൺസ് ജയം. കൊൽക്കത്ത ഉയർത്തിയ 170 റൺസ് പിന്തുടർന്ന മുംബൈക്ക് 18.5 ഓവറിൽ 145 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ടോസ് നേടിയ മുംബൈ കൊൽക്കത്തയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. റിലേ വിഭാഗത്തിൽ പാരീസ് ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കാനുള്ള വേൾഡ് അത്ലറ്റിക്സ് റിലേ 2024 ഇന്ന് ബഹാമസിൽ തുടക്കമാകും. നാസോവിലെ തോമസ് A. റോബിൻസൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2023 ഏഷ്യൻ ഗെയിംസ് 4x400 മീറ്റർ പുരുഷ റിലേ ജേതാക്കളായ അമോജ് ജേക്കബ്, മുഹമ്മദ് അനസ് യഹിയ, മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ് എന്നിവർ ഇത്തവണയും ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നുണ്ട്. അതേസമയം വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ 7 അംഗ ഇന്ത്യൻ ടീമിൽ വിദ്യ രാംരാജ്, ഐശ്വര്യ മിശ്ര, പ്രാചി, സുഭ വെങ്കടേശ്വർ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ICC റാങ്കിങ്ങിൽ ഏകദിനത്തിലും T20യിലും 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഏകദിന റാങ്കിങ്ങിൽ 116 പോയിന്റുമായി ഓസ്ട്രേലിയ 2-മതും 112 പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക 3-മതുമാണുള്ളത്. അതേസമയം ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്ക് 1-ാം സ്ഥാനം നഷ്ടമായി. ക്ഷേത്രത്തിൽ പൂജ, നിവേദ്യം എന്നിവയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുക്കും. ഇന്നലെ പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് തെലങ്കാന പോലീസ്. രോഹിത് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തിയല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. നേതാക്കൾ സജീവ പ്രചാരണത്തിൽ. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. കള്ളക്കടൽ പ്രതിഭാസം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലർട്ട്. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്തിന്റെ കിഴക്കൻ ദക്ഷിണ മേഖലകളിൽ മറ്റന്നാൾ വരെ ഉഷ്ണതരംഗ സാധ്യത. ISL ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും. ICC റാങ്കിങ്ങിൽ ഏകദിനത്തിലും T20യിലും ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.